ചരിത്രമുറങ്ങുന്ന MGM ഹൈസ്കൂൾ തിരുവല്ല രാവിലെ എത്തിയിരിക്കുകയാണ്. ഒരു ചെറിയ മാത്തമാറ്റിക്സ് ക്ലാസ് ഉണ്ട്. So, 2024 മെയ് മാസം 9-ാം തീയതി വ്യാഴാഴ്ച ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് 1 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കുകയാണ്. ഏത് സ്കൂളിലായത്? MGM സ്കൂൾ. സ്ഥലം എവിടാണ്? തിരുവല്ല. MGM മാർ ഗ്രിഗോറിയോസ് മെമ്മോറിയൽ സ്കൂൾ തിരുവല്ലയിൽ ഞങ്ങൾ ഇത്രയും കുട്ടികൾ, എത്ര ക്ലാസ് തൊട്ടുള്ള കുട്ടികളുണ്ട്? 5 വരെയുള്ള കുട്ടികൾ, മൊത്തം 45 കുട്ടികളുണ്ട്. എന്തിനാണ് ഇവിടെ വന്നതെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ഹെഡ് മിസ്ട്രസ് ലാലിയാണ് ഇപ്പോൾ നമ്മളോട് പറയും എന്തിനാണുള്ളത്. നമ്മൾ അവധിക്കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ്, അതായത് ഒരു നല്ല ഒരു വിനോദകരമായ രീതിയിൽ ഗണിതം പഠിക്കുന്നതിനും ഇംഗ്ലീഷ് ഭാഷ ഈസിയായി കൈകാര്യം ചെയ്യുന്നതിനും ഒക്കെയായി കുഞ്ഞുങ്ങളുടെ ശാരീരികക്ഷമതയൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, മാനസിക സമ്മർദ്ദമൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി കുഞ്ഞുങ്ങൾക്കൊരു അവധിക്കാല ക്യാമ്പ് തിരുവല്ല MGM ഹൈസ്കൂളിൽ വെച്ച് നടത്തിയിട്ടുണ്ടായി. ആ ക്യാമ്പിൽ സാറ്, നമ്മുടെ മാത്യൂസ് കോച്ച് സാർ വന്ന് നമുക്കുള്ള കുഞ്ഞുങ്ങൾക്ക് ഗണിതം രസകരമായ രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യാം, അത് ഒരു കളികളിലൂടെ തന്നെ രസകരമായ സാർ അത് ക്ലാസ് എടുത്തു കൊടുത്തു. സാറിന്റെ ക്ലാസ് ഞങ്ങൾക്ക് ഏറ്റവും കൃത്യമായ ഒരു ക്ലാസ്സായി. ടീച്ചറുണ്ട്, മറ്റു ടീച്ചർമാരെല്ലാവരും ഉണ്ട്, അത്രയും കുട്ടികളും ഉണ്ട്. ഗണിതം ഈസിയാണോ? അപ്പൊ നമ്മള് ഭാവിയിലെ വാഗ്ദാനങ്ങളാണ് ഇവർ. അതുകൊണ്ട് കലാം സാറിന്റെ ആ ഫേമസ് സോങ് ഓഫ് യൂത്ത് നമുക്ക് ഏറ്റുപറഞ്ഞ് അവസാനിപ്പിക്കാം അല്ലേ? ആസ് എ യങ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, armed with technology, knowledge, and love for my nation, I realize. Small aim is a crime. 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 എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. തിരുവല്ല MGM ഹൈസ്കൂളിലെ സമ്മർ ക്യാമ്പ് 2024 മെയ് മാസം 9-ാം തീയതി വ്യാഴാഴ്ച മാത്തമാറ്റിക്സിന്റെ ഫൺ വിത്ത് മാത്തമാറ്റിക്സ്, ഓൾജിബ്ര, ജോമെട്രി, സ്റ്റാറ്റിസ്റ്റിക്സ്, റിയൽ നമ്പേഴ്സ്, അങ്ങനെ മാത്സിന്റെ മനോഹരമായ അഗാധതയിലേക്ക് കൊച്ചുകുട്ടികളെ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തുവാൻ സാധിച്ചു. 5-ാം ക്ലാസ് തൊട്ട് 9-ാം ക്ലാസ് വരെ പഠിക്കുന്ന 43 കുട്ടികളും അധ്യാപകരും എല്ലാം ഉണ്ടായിരുന്നു. നല്ല ഒരു സെഷനായിരുന്നു. കുട്ടപ്പന്മാരെ കണ്ടുപിടിക്കുക. ഞാൻ പറയാം, നിങ്ങൾ എത്ര പേര് ഇന്റർവ്യൂ പാസ്സാവും 21 വയസ്സിൽ? ചിരിക്കുക. എന്നെ വരാനും നോക്കരുത്. നേരെ സ്റ്റഡി, ബോഡി സ്റ്റഡി. ക്ലാസ്സിലെ അവസ്ഥ ആണോ? യേശോണോ? ആണോ? ബുദ്ധയുടെ പറഞ്ഞോ? ഒരു ചിരി കണ്ടാൽ ആൾ പഠിക്കുന്നതാണോ അല്ലെന്ന് അറിയാം. ഇങ്ങനെയാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. എനിക്ക് പറയാൻ ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ എത്ര ദിവസം സംസാരിക്കില്ല പ്ലീസ്. സോ ദിസ് ഈസ് 1 ക്ലാസ്. ഇത് 1 എന്നുള്ള യൂണിറ്റ് ആണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, പ്രത്യേകിച്ച് 5-ലും 6-ലും 7-ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ. ദിസ് ഈസ് 1 ഫുൾ ക്ലാസ്. So number of boys is 22. So part of boys as a part of the class. Total 44 എത്ര boys? 22. എന്തെങ്കിലും മോഡലുണ്ടോ? എന്തെങ്കിലും മോഡലും? വെരി ഗുഡ്. സോ ദിസ് ഈസ് 1/2. കൃത്യം പകുതിയാണ്. 44ന്റെ പകുതി എത്രയാണ്? സോ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ കൃത്യം പകുതിയാണ് ബോയ്സ്.
കൃത്യം പകുതിയാണ്. കൃത്യം പകുതിയാണ്. ബാക്കിയോ? ഗേൾസ് ഓൾസോ. രണ്ടിരിക്കണല്ലേ? 22 സോ ഈ സംഭവത്തിന് ഹാഫ് ഓഫ് ദ ക്ലാസ് ഞാൻ ഉപയോഗിക്കും. 22 ഗേൾസ് ഉപയോഗിക്കും. This is half of the class. ഇതാണ് ഫ്രാക്ഷൻ എന്ന് പറയും. ഫ്രാക്ഷനെ മനോഹരമായ സുന്ദര നാമം ഇട്ട് പറയുന്നതാണ് റാഷണൽ നമ്പേഴ്സ്. ആരെ സംസാരിക്കുന്നത്? അങ്ങോട്ട് കൈ കൊണ്ടിരിക്കൂ. മനസ്സിലായാലും സംസാരിക്കുന്നത് കൈകൊണ്ട് രണ്ടുപേരും സംസാരിക്കും. നിങ്ങൾ ഏറ്റവും വിദ്യാർത്ഥി ലൈഫിൽ ഞങ്ങൾ പണ്ട് സ്കൂളിൽ ഹിന്ദി ഉപന്യാസം പഠിക്കും. വിദ്യാർത്ഥി ജീവൻ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളുടെ അമ്മയെ പഠിപ്പിച്ച അമ്മ കണക്ക് ടീച്ചറായിരുന്നു. അപ്പായി ഒരു പപ്പടം എടുത്തായിരുന്നു പഠിപ്പിച്ചു തരുന്നത്. പപ്പടം എടുത്തിട്ട് അല്ലെങ്കിൽ ചപ്പാത്തി എടുത്ത് അടുക്കളയിലായിരുന്നു ഞങ്ങളെ മാത്സ് ലാബ് വന്നു. അല്ലെ മട്ടയൊക്കെ എടുത്ത് suppose this is a pizza. Sabhi hello. This is total one pizza. Now it is divided into 4 equal parts. You got what? You got what of the pizza? 1/4 is also called as quarter. Your friend got quarter. Your friend got quarter. Your friend got quarter. So quarter plus quarter plus quarter plus quarter is 1 full. There you are. Quarter plus quarter plus quarter plus quarter is 1. Multiplication is addition. That is 4 times 1/4 is 1. കാൽ കിലോ സവാളയും കാൽ കിലോ സവാളയും 1/2 കിലോ സവാള വരും. നിങ്ങൾ അടുക്കളയിൽ പഠിക്കാൻ കണക്ക്. ഞാൻ അടുക്കളയിൽ കണക്ക് കൊടുക്കും. അപ്പൊ ഇത്രയും ഹാഫായി. ഇതിന്റെ കൂടെ ഒരു ക്വാർട്ടർ എടുക്കണം. 3/4. And 3/4 plus quarter is 1. ഇതാണ് മൂന്നാമത്തെ അല്ലെ നാലാമത്തത്. നാച്ചുറൽ നമ്പർ, ഹോൾ നമ്പർ, ഇന്റിജർ, റാഷണൽ നമ്പർ. ഇനി നിങ്ങൾ 9ാം ക്ലാസ് കഴിയുമ്പോഴത്തേന് ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഞാൻ അതിലോട്ട് കയറുന്നില്ല. മാത്തമാറ്റിക്സിന്റെ സെഷൻ ഏകദേശം നിർത്തി. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾ 1ാം ക്ലാസ് തൊട്ട് ഇത്രയും നാൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എല്ലാം ഓൾജിബ്രയുടെ ഭാഗമാണ്. അത് കഴിഞ്ഞ് ആംഗിൾസ് പഠിക്കും. കോണ് പഠിക്കത്തില്ലേ? പഠിക്കുമോ? കണ്ടോ? ആംഗിൾ വല്ലതും ഉണ്ടോ? ഇല്ല. പതുക്കെ ഞാൻ നോക്കിയാണ്. വാട്ട് ഈസ് ദ ആംഗിൾ ഹിയർ? പറഞ്ഞേ. 30, 35, 45, 90. This is a right angle. Any angle between 0 and 90 is called a acute angle. Very good. Obtuse angle 120, 160, 170. ഒരു full straight line ആകുമ്പോൾ what is the angle? 180. ഇവിടെ തൊട്ട് ഇവിടെ വരെ 180. പിന്നെ താഴോട്ട് പോവുകയാണ് 200, 220, 240, 270. ഇവിടെ തൊട്ട് ഇവിടെ വരെ 270. 90 മൾട്ടിപ്പിൾസ് ആണ്. 9 3s are 27. അതാണ് 90, 180, 270. ഇനി തിരിച്ച് കറങ്ങി വരുമ്പോൾ എത്രയായി? 9 4s are 360 degree ആണ്. The angle around a full point is 360. ഞാൻ എളുപ്പം 11ാം ക്ലാസ്സിലാവുമ്പോൾ കാൽക്കുലസ് പഠിക്കും. അപ്പോൾ ഇതിന് രണ്ടിലൊന്നും നിങ്ങൾ തീരുമാനിക്കും കണക്ക് പഠിക്കണോ വേണ്ടായോ. ട്രിഗോണോമെട്രിയും കാൽക്കുലസും മാസ്റ്റർ ആവുന്നവൻ എഞ്ചിനീയർ ആവും. അല്ലാത്തവന് എഞ്ചിനീയർ ആകാനുള്ള ആറ്റിറ്റ്യൂഡ് ഇല്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് വിഷമിക്കുകയൊന്നും വേണ്ട. കണക്കിഷ്ടമുള്ളവൻ മാത്രമേ ദൈവത്തെ ഓർത്ത് എഞ്ചിനീയർ ആകാൻ പോകാവൂ.
അല്ലാത്തവർ ദൈവത്തെ ഒക്കെ പരിപാടിക്ക് പോകാൻ അവസാനം ഇഞ്ചി നീര് കുടിക്കേണ്ടി വരും അവിടെ. സോ ഇത് മാത്തമാറ്റിക്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയ തന്നത്. ഇനി ഒരു 15-20 മിനിറ്റ് എനിക്ക് വേണം, 12:38. എന്തെങ്കിലും ഇത്രയും നേരം പറഞ്ഞ് നിങ്ങൾക്ക് ചോദിക്കാൻ വല്ല ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നുമില്ല, ഞങ്ങൾ നിർത്തിയാൽ മതി. എങ്ങനെയാണ് ഓൺലൈൻ ക്ലാസ് ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞ് പേരൻസ് പറയുന്നത്? ഞാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം, കുട്ടികൾ പഠിക്കാൻ താല്പര്യമുള്ളതാണ്, ഇല്ലെങ്കിൽ ഞാൻ എടുക്കുന്നത് ഇല്ല സാർ. അവനൊന്ന് അടിച്ച് ശരിയാക്കണം. ഞാൻ പറയാം ഓൺലൈനിൽ കൂടെ ഞാനിങ്ങനെ അടിക്കും. സാറൊന്ന് പറഞ്ഞാലേ കേൾക്കത്തില്ല. പറഞ്ഞ അപ്പനും അമ്മയും പറഞ്ഞ കേട്ടില്ല, ഞാൻ പറഞ്ഞ കേട്ടു. അതുകൊണ്ട് എന്റെ ഒരു പോളിസി, പഠിക്കാൻ താല്പര്യമുള്ളതായ മാത്രമേ ഞാൻ പഠിക്കത്തുള്ളൂ. നിങ്ങൾ കേൾക്കുന്ന പാട്ടൊക്കെ ഉണ്ടോ? എന്നെ തല്ലണ്ട മാവ ഞാൻ നന്നാവൂല ൂല, ഇങ്ങനെ കുറെ പാട്ടുമുണ്ട്. എന്റെ അമ്മയുടെ നീക്കി കമ്മൽ. ശാസ്ത്രജ്ഞന്റെ പേര് ആർക്കെങ്കിലും പറയാമോ? ഭൗതിക ശാസ്ത്രത്തിലാണ്, ഫിസിക്സ്. വണ്ടർഫുൾ. എന്തോ മോന്റെ പേര്? മോന്റെ പേരെന്തോ? എന്തോ? റിഹാൻ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇതാരെ പഠിപ്പിച്ചത്? LSS പരീക്ഷ എഴുതിയത്? അല്ല, ഞാൻ പണ്ട് LSS പാസ്സായത്. അങ്ങനെ ഞാൻ പഠിക്കുന്നത്. നമുക്ക് ഉണ്ടാക്കാൻ ഒക്കുവോ കൃത്രിമമായിട്ട്? Can we make diamond artificially? CV രാമൻ പറഞ്ഞു, yes, it is very simple. ശ്രദ്ധിച്ചു കേട്ടോ. ഡയമണ്ട് ഉണ്ടാക്കണമെങ്കിൽ ഒരു കരിക്കഷ്ണം എടുക്കുക, ചാർക്കോൾ അല്ലെ കൽക്കരി. ഒരു കരിക്കല്ല് എടുത്താൽ മതി. അതുകൊണ്ടല്ലോ. അതിനൊരു 120 കിലോമീറ്റർ ഭൂമിയുടെ അടിയിലോട്ട് കുഴിക്കുക. എത്ര കിലോമീറ്റർ? ഇവിടുന്ന് തിരുവനന്തപുരം വരെ പോകുന്ന ദൂരം ഭൂമിയുടെ അടിയിലോട്ട് കുഴിക്കുക. കരിക്കട്ട അതിനകത്ത് മൂടുക. ഒരു 5 ലക്ഷം വർഷം കഴിഞ്ഞ് ഓർമ്മ നോക്കിയാൽ അത് ഡയമണ്ടാണ്. എത്ര വർഷം കഴിഞ്ഞാൽ? 5 ലക്ഷം കഴിഞ്ഞു. ഗവേഷണ വിദ്യാർത്ഥിക്ക് ഒന്നും വേണ്ടിയില്ല. സോറി സാർ. 100 കിലോമീറ്റർ കിടക്കുന്ന കിട്ടുന്ന സംഭവം അല്ലെന്ന് അതിന്റെ അർത്ഥം. ഡയമണ്ട്സ് ആർ മെയ്ഡ് ത്രൂ years of hard work. അതുകൊണ്ട് എനിക്ക് എന്റെ അനിയന്മാരും അല്ല, നിങ്ങളുടെയൊക്കെ പേരൻസും ഞാനും ഒക്കെ ഒരേ പ്രായമായിരിക്കും. അപ്പൊ എനിക്ക് നിങ്ങളെ എന്റെ സഹോദരങ്ങളുടെ മക്കളെ പോലാണ് ഞാൻ കരുതുന്നത്. നമ്മളിപ്പോഴായി സഹോദരന്റെ മക്കൾ അവിടെ കിടന്നാലും എന്നെ നിങ്ങളുടെ അങ്കിളായിട്ട് കരുതിയാ പപ്പായുടെയോ മമ്മിയുടെയോ സഹോദരനായിട്ട് നാളെ വന്ന് 50 രൂപ തരാൻ പറഞ്ഞേക്കില്ല. അങ്കിളെ 50 രൂപ നിങ്ങളെ KFC കൊണ്ടുപോകുന്നു പറഞ്ഞേക്കില്ല. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാൻ ഒത്തുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് മത്സര പരീക്ഷ എഴുതിയാലും, നീറ്റ് പരീക്ഷ എഴുതാൻ താല്പര്യമുള്ള ആരെങ്കിലും കൂടെ ഉണ്ടോ? ഉണ്ട്. ഉള്ളവര് പറയത്തില്ലാത്തവർ എനിക്ക് ചോദിക്കാൻ അറിയത്തില്ലെങ്കിൽ അറിയണതേ ഉള്ളൂ. ഇടയ്ക്ക് ചോദിക്കല്ലേ. കൈകാത്തത്. എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. IIT എക്സാമിനേഷൻ, JEE എന്നാണ് കേട്ടിട്ടുണ്ടോ? JEE ഇല്ല. ജോയിന്റ് എൻട്രൻസ് എക്സാം താല്പര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ 18ാമത്തെ വയസ്സിലല്ല 22ാമത്തെ വയസ്സിൽ IAS പരീക്ഷ അടക്കമുള്ള ഏത് പരീക്ഷ എഴുതിയാലും ഏതാണ് കഴിവ്? വേറൊരു കഴിവ്. നിങ്ങളുടെ ബ്രെയിനിന്റെ കഴിവ് വേണം, എന്നാലേ പാസ്സാകുള്ളൂ. എന്തോ അറിയോ? മെമ്മറി പവർ. വെരി ഗുഡ്. കാണാതെ പഠിക്കാനുള്ള കഴിവ്. പക്ഷെ നിർഭാഗ്യവശാൽ നിങ്ങളോട് എല്ലാരും പറയുന്നു കാണാതെ പഠിക്കണ്ട, എല്ലാം ഈസിയാണ്. നിങ്ങളെ കളിപ്പിക്കുക മൈ ഡിയർ ഫ്രണ്ട്സ്. കാരണം ഭാവിയിൽ നിങ്ങൾക്ക് IIT പരീക്ഷ എഴുതാൻ പറ്റില്ല, നിങ്ങൾക്ക് കാണാൻ പഠിക്കാൻ പറ്റില്ലെങ്കിൽ. അതാ പറഞ്ഞു വരുന്നത്. IIT പരീക്ഷ പാസ്സാണ് ഏകദേശം ഒരു 5 ലക്ഷം കാര്യങ്ങളെങ്കിലും നിങ്ങളുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം. അവിടെ നിങ്ങളോട് ആരെങ്കിലും പറയുക ഈ പഠിത്തത്തിലൊന്നും ഒരു കാര്യമില്ലെന്ന് വിചാരിച്ചാണല്ലോ. ദാറ്റ് പേഴ്സൺ ഈസ് യുവർ എനിമി. സ്റ്റീവ് ജോബ്സ് സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആണ്, എന്നിട്ട് പുള്ളി വലിയ ആളായി. നീ എന്തിനാണ് പോയത്? ദാറ്റ് പേഴ്സൺ ഈസ് യുവർ എനിമി. ഐഡന്റിഫൈ യുവർ എനിമി. കാണാതെ പഠിക്കേണ്ട നിങ്ങളോട് ആരെങ്കിലും പറയുകയാണെങ്കിൽ ദാറ്റ് പേഴ്സൺ ഈസ് എലിമിനേറ്റിംഗ് യു ഫ്രം ഫ്യൂച്ചർ എക്സാമിനേഷൻ. അങ്ങനെയുള്ള പോലെ അത് കാണാതെ പഠിക്കുന്നതായിരിക്കും. ഞാനിപ്പോ നോട്ട് ചെയ്ത ഒരു ചെറിയ സെന്റൻസ് പോലും ഒരു 10 പ്രാവശ്യം പറഞ്ഞിട്ടാണ് നിങ്ങൾ എഴുതിയെടുക്കുന്നത്. നിങ്ങൾക്ക് പവർ കുറവാ.
റിട്ടൻഷൻ പവർ എന്നാ പറയുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ പവർ അച്ചീവ് ചെയ്യുമോ? അപ്പൊ 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും എന്റെ പഠന ടൈം ടേബിൾ ഞാൻ എളുപ്പം പറയാം. രാവിലെ 6:30ക്കാണ് എഴുന്നേക്കുന്നത്. 6:30 വേക്കപ്പ് ടൈം. നിങ്ങൾ എഴുതിയെടുക്കുക, വേണം എഴുതിയെടുത്തു. എന്റെ ടൈം ടേബിൾ ആണ്. രാവിലെ എഴുന്നേക്കുന്നത് 6:30ക്ക്. 7:45 ആകുമ്പോൾ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ കെമിസ്ട്രി ട്യൂഷൻ, ട്യൂസ്ഡേ തേഴ്സ്ഡേ സാറ്റർഡേ ദിവസങ്ങളിൽ ഫിസിക്സ് ട്യൂഷൻ രാവിലെ 7:45. 7:45 തൊട്ട് 9 വരെ ട്യൂഷൻ. 9 തൊട്ട് 3:30 വരെ കോളേജിൽ ക്ലാസ്, നിങ്ങൾ സ്കൂളിൽ വരുന്ന പോലെ. 4 മണി തൊട്ട് 5:45 വരെ തിരുവല്ല മാത്തമാറ്റിക്സ് ട്യൂഷൻ സൈക്കോളജി 6 ദിവസമുണ്ട്. 5:45 വരെ തിരിച്ച് വീട്ടിൽ വരുമ്പോ 6:10 സൈക്കോളജി കുളിക്കുക. 6:30 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ സ്റ്റഡി ടേബിളിൽ ഞാൻ ഉണ്ടായിരുന്നു. എഞ്ചിനീയർമാരെ സൃഷ്ടിക്കുന്ന സ്ഥാപനമാണ്. നിങ്ങൾക്ക് 18ാമത്തെ വയസ്സിൽ IIT പരീക്ഷ പാസ്സായാൽ, ഞാൻ പാസ്സായതേ ഉള്ളൂ, പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. IIT കുഴപ്പമില്ല സാറേ, 4 വർഷം കഴിഞ്ഞ് ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് മന്ത്ലി സ്റ്റാർട്ടിംഗ് സാലറി 8 ലക്ഷം രൂപ മന്ത്ലി സാലറിയാണ്. ഇപ്പോഴത്തെ റേറ്റ് ആവും. ഒരുത്തം പോലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താ, 4 വർഷം കഴിഞ്ഞാൽ ഡൗൺ കിട്ടും. നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നിങ്ങളെ ഏറ്റവും വലിയ സഹായിക്കുന്ന ഒരു സബ്ജക്റ്റാണ് മാത്തമാറ്റിക്സ്. ഫിസിക്സ് മാത്സ് ടീച്ചർ പോകുന്നു. ഫിസിക്സ് IIT എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാം, എഞ്ചിനീയറിംഗ് എക്സാം ക്ലിയർ ചെയ്യാം, ബയോളജിയുടെ പഠിച്ചാൽ നീറ്റ് എക്സാമും ക്ലിയർ ചെയ്യാം. അതുകൊണ്ട് നല്ല കുട്ടികളായി വളരുക. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ പേരെന്താണ്? ജവഹർലാൽ. അദ്ദേഹം പറഞ്ഞ വിശ്വപ്രസിദ്ധമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഞാനിപ്പോ പറയാൻ പോവുകയാണ്. ഞാൻ ഒറ്റ പ്രാവശ്യം അത് പറയത്തുള്ളൂ. അത് കാണാതെ പഠിച്ച് റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്ക് ഞാൻ സമ്മാനം തരും. ബുദ്ധിമുട്ടാ. When I want to എഴുതിരാമത്തില്ല, വലിയൊരു സെന്റൻസാ. When I want to know the future of India, എനിക്ക് ഭാരതത്തിന്റെ ഭാവിയെ പറ്റി അറിയണമെന്ന് തോന്നുമ്പോൾ, when I want to know the future of India, I never look at the stars or planets. ഞാൻ നക്ഷത്രങ്ങളിലേക്കും ഗ്രഹങ്ങളിലേക്കും നോക്കില്ല. I never look at the stars or the planets, but into the eyes of little children. കുട്ടികളുടെ കണ്ണുകളിലേക്ക് നോക്കും. But into the eyes of little children. If their eyes are full of joy and hope, അവരുടെ കണ്ണുകളിൽ ആനന്ദവും പ്രത്യാശയുമാണെങ്കിൽ, if their eyes are full of joy and hope, India will have a great future. ഇന്ത്യക്ക് മഹത്തായ ഒരു ഭാവി ഉണ്ടായിരിക്കും. ആരെങ്കിലും പഠിച്ച ഞാൻ ഒറ്റ സ്റ്റോറി പറയും. When I want to know the future of India, I never look at the stars or the planets, but into the eyes of little children. If their eyes are full of joy and hope, India will have a great future. ആരെങ്കിലും പറയാം? ഓടി 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 ഓടിയോ? വെരി ഗുഡ്. അവരെവിടെയെങ്കിലും ഓടിയോ? സമയം എത്രയായി? ഉറക്കമായിരുന്നു. വേറെ വല്ല കുറിച്ച് പറയല്ലോ. Of India, I never look at the stars or the planets, but into the eyes of little children. If their eyes are full of joy and hope, India will have a great future. If I want to see the future of India, I never look at stars or planets, but into little children's eyes. If their eyes are full of joy, India will have a great future. Joy and hope. എന്തോ പേരെന്തോ? എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അടിപൊളി കൈയടി കൊടുത്തു. ഇവിടെ പോലീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, IPS. എന്നെ കോണ്ടാക്ട് ചെയ്യണം. IPS അടിപൊളി. അടിയിലായിരിക്കും കൈയടി പോരാ. യുവത്വത്തിന് കൊടുത്തിരിക്കുന്ന ഒരു സ്വപ്നമാണ്. All of you.
India. Armed with technology, knowledge, and love for my nation. I realize small aim is a crime. Small aim is a crime. Small aim is a crime. Thank you. കൊള്ളാം. Three times ആണ്. 1, 2, 1, 2, 3 എത്ര? ഒരു 1, 2, 1, 2, 3 എത്ര? 5. അങ്ങനെ എത്ര പ്രാവശ്യം? 3. ഇതാ മാത്തമാറ്റിക്സ്. അപ്പോ ഈ നമ്മുടെ സമ്മർ ക്യാമ്പില് പണിയിൽ മാത്സിന്റെ ക്ലാസ് എടുത്ത നമ്മുടെ കോശി മാത്യു സാറിന് നമ്മുടെ എല്ലാവിധമായ ആശംസകളും അർപ്പിക്കുന്നു. വേണ്ടി നേഹയാണ് ഇതെല്ലാം വീഡിയോ ചെയ്യുന്നത്. നേഹ ഞങ്ങളുടെ വിശ്വഭാരതിയുടെ പഴയ സ്റ്റുഡൻ്റൊക്കെയാണ്. നേഹ ഇപ്പോൾ എത്രാം ക്ലാസ്സിലായി? 9ലായി. ആൻഡ് ടീച്ചറിൻ്റെ മോളും ഒക്കെയാണ്. താങ്ക് യു. MGM സ്കൂളിലെ ചുണക്കുട്ടന്മാരും ചുണക്കുട്ടിമാരും ഒക്കെയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ്സൊക്കെ ഇഷ്ടമായോ? അടിപൊളിയായിരുന്നു. നല്ലോണം പഠിക്കുക, നല്ല മിടുക്കരാവുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ. ക്ലാസ്സൊക്കെ നല്ലതായിരുന്നോ? വീഡിയോ. ഓക്കെ. നിങ്ങളൊക്കെ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? നല്ലതുപോലെ പഠിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. താങ്ക് യു.